കല്യാണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു അലർജിയും അതും ആ ഫാമിലിയിൽ ഉണ്ടാവുന്ന സപ്പോർട്ട് കിട്ടാതെ ആ അലർജി വേഴ്സായി ആസ്മയിലേക്ക് എത്തിയ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച ഒരു കേസ് എടുത്തപ്പോൾ ഒരു 22-23 വയസ്സായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. കേസ് എടുക്കുന്നതിന് മുന്നേ ചോദിച്ചു, സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ആ കുട്ടീൻ്റെ സ്ഥലം കോട്ടയത്തായിരുന്നു. ആ കുട്ടി കല്യാണം കഴിഞ്ഞ് എത്തിയത് പാലക്കാടാണ്. അപ്പോൾ ആ കുട്ടിക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ ആസ്മയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലുള്ള തുമ്മലൊക്കെ ആയിരുന്നു. പാലക്കാട്ടേക്ക് വന്നത് മുതൽ ആ കുട്ടിക്ക് സ്ഥിരമായിട്ട് രാവിലെ തുമ്മൽ തുടങ്ങി. അത് മെല്ലെ മെല്ലെ ഗ്രാജുവലി ശ്വാസം മുട്ടലേക്ക് എത്തി. അപ്പോൾ ആ കുട്ടി അവിടെ അനുഭവിച്ച കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അലർജിയേക്കാൾ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഭയങ്കര ഒരു കുറ്റപ്പെടുത്തലായിരുന്നു ഫാമിലിയുടെ. കാരണം ഈ കുട്ടിക്ക് ഈ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം അനുഭവപ്പെട്ടു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്ഷീണിച്ചിരിക്കുക, ഉറക്കം തൂങ്ങിയിരിക്കുക, ഇപ്പം മടിക്കുക എന്നുള്ളൊരു ലേബലിംഗ് അവിടെ വന്നു. കൂട്ടത്തിൽ തടി വെക്കാൻ തുടങ്ങി. ആ മെഡിസിൻസിൻ്റെ അതുകൊണ്ട് തടി വെക്കാൻ തുടങ്ങി. എപ്പോഴും ഈ കുട്ടിക്ക് തുമ്മലും ജലദോഷവും ഒക്കെ ആകുന്നത് കൊണ്ട് വെച്ചാൽ ഒരു ഫംഗ്ഷൻ പോകാൻ കുട്ടിക്ക് മടിയാണെങ്കിൽ, ഞാനില്ല എന്ന് പറയുമ്പോൾ നിനക്കൊന്നിനും വയ്യ, നീ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ. അപ്പോൾ ഒപ്പം നിൽക്കേണ്ട ഹസ്ബൻഡ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നീ എന്താടി ഇങ്ങനെയായി പോയത്. അപ്പോൾ ഈ അലർജി എന്നുള്ള ഒരു സാധനം മാത്രം ഒരു എന്താ പറയുക നല്ല കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ളത് കാര്യം തന്നെയാണ്. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ നമ്മുടെ ഫാമിലിയിൽ പലരും അത് മനസ്സിലാക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളൊക്കെയാണ്. അപ്പം നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ കഴിയുന്ന നിങ്ങളുടെ പാർട്ട്നേഴ്സിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവരൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നിങ്ങൾ നല്ലൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്കും പാർട്ട്ണർക്കും മിസ്സാവും.